നമസ്കാരം. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളം പിടിക്കാൻ 18 അടവും പുറത്തെടുക്കാൻ BJP ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി ആദ്യം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം MP-യുമായ ശശി തരൂരിനെ കൊണ്ട് സ്ഥാനം രാജിവെപ്പിച്ച് കോൺഗ്രസിനുള്ളിൽ നിന്നും പുറത്തെത്തിക്കാനുള്ള നീക്കമാണ് BJP ഇപ്പോൾ ഊർജിതമാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദി സർക്കാരിന്റെ വിദേശകാര്യ സംഘത്തിന്റെ തലവനായി തരൂരിനെ ഉൾപ്പെടുത്തിയിരുന്നു. മോദി സർക്കാരിന്റെ നടപടികളെ അകമഴിഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന തരൂർ നിലവിൽ കോൺഗ്രസിന്റെ എക്കാലത്തെയും മുതിർന്ന നേതാവും അതോടൊപ്പം തന്നെ സമാരാധ്യായുമായ ഇന്ദിരാഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ലേഖനം എഴുതിയതിന് പിന്നിലും മറ്റൊന്നുമല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കോൺഗ്രസിൽ നിന്നും പുറത്തെത്തുന്ന തരൂർ BJP-യിൽ ചേർന്നേക്കില്ല, പകരം സർക്കാരിന്റെ ഭാഗമായേക്കുമെന്നാണ് അഭ്യൂഹങ്ങളുണ്ട്. വിദേശകാര്യ വകുപ്പിൽ പ്രത്യേക പദവി സൃഷ്ടിച്ച് തരൂരിനെ ചുമതല ഏൽപ്പിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്ന ഓഫറുകളിലൊന്ന്. എന്നാൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ കാലാവധി പൂർത്തിയാക്കുന്ന ഒഴിവിൽ തരൂരിന് ഈ പദവി BJP നൽകിയാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. തരൂർ കൂടി കോൺഗ്രസിൽ നിന്നും പുറത്തു പോകുന്നതോടെ BJP-യുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി കോൺഗ്രസ് മാറുന്നുവെന്ന ഇടതുപക്ഷത്തിന്റെ ആരോപണം കൂടുതൽ ശക്തമായി ഉന്നയിക്കപ്പെടും. നിലവിൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളെ വിമർശിച്ച് BJP-ക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയിക്കാൻ കളമൊരുക്കുകയാണ് തരൂരെന്നും വിലയിരുത്തപ്പെടുന്നു. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കാനായാൽ കോർപ്പറേഷൻ ഭരണം പിടിക്കാമെന്നും അതുവഴി തലസ്ഥാനത്ത് നിയമത്തിനു പുറമെ കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കാമെന്നാണ് BJP-യുടെ കണക്കുകൂട്ടൽ. ഇക്കാര്യത്തിൽ തരൂരുമായി പ്രാഥമിക ചർച്ചകൾ BJP നേതൃത്വം നടത്തിയെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ NSS കാര്യയോഗങ്ങൾ കേന്ദ്രീകരിച്ച് സന്ദർശനം നടത്തി പ്രാദേശിക ബന്ധം ഉറപ്പിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളുമായും ബിസിനസ് രംഗത്തെ പ്രമുഖരുമായും ഇതിനകം തന്നെ നല്ല ബന്ധം സൃഷ്ടിക്കാൻ രാജീവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് തരൂർ രാജിവെച്ചാൽ അത് BJP-യുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കും സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ തളർച്ചയ്ക്കും ആക്കം കൂട്ടുമെന്നും BJP കരുതുന്നു. ഇതിനു പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിരോധ മന്ത്രിയുമായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ സ്ഥാനം നൽകാനും നീക്കമുണ്ട്. സംസ്ഥാനത്തെ ക്രൈസ്തവ വിഭാഗങ്ങളെ അടുപ്പിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായുള്ള നീക്കങ്ങൾക്ക് ഒരു ശക്തി പകരാനാകും അനിലിന്റെ മന്ത്രിസ്ഥാനം എന്നതാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഭരണവിരുദ്ധ വികാരമുള്ളതിനാൽ CPM നേതൃത്വം നൽകുന്ന LDF-ന് ഭരണത്തിലേറാനാവില്ല എന്നാണ് BJP വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും അകറ്റി തങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് BJP-യുടെ ശ്രമം. ഇതിനു പുറമെ CPM നേതാക്കളുടെ പേരിലും ചില മുതിർന്ന നേതാക്കളുടെ ബന്ധുക്കളുടെ പേരിലും കേന്ദ്ര ഏജൻസികൾ എടുത്തിട്ടുള്ള കേസുകൾ ചൂണ്ടിക്കാട്ടി CPM-നെ വിരട്ടിയും അനുനയിപ്പിച്ചും വോട്ട് നേടാനുള്ള ശ്രമങ്ങളും BJP മറ്റൊരു വഴിക്ക് നടത്തിയേക്കും. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.